തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരളത്തിൽ UDFിൻ്റെ മുന്നേറ്റം, തിരുവനന്തപുരത്ത് BJPയുടെ മുന്നേറ്റം, ഇത് CPMനെ കൂടുതൽ അങ്കലാപ്പ് ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇത് CPMൻ്റെ കോട്ട കൊത്തളങ്ങളൊക്കെ തന്നെ തകർന്നു വീണുകൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് കണ്ണൂരാണ് നമുക്കറിയാവുന്നത് CPMൻ്റെ ഒരു രാഷ്ട്രീയ തലസ്ഥാനം. അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ 8 ഇടങ്ങളിലാണ് NDA ഭരണത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഇതൊക്കെ CPMനെ കൂടുതൽ വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. CPMന് ഈ അവരുടേതായ ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് ചില നയങ്ങൾ അവർ വെച്ച് പുലർത്താറുണ്ട്. 2 ടേം തുടർച്ചയായി മത്സരിച്ച് വിജയിച്ചവർ അവരെ മാറ്റി നിർത്തുന്നത് CPMൻ്റെ ഒരു പതിവ് രീതിയാണ്. ചിലർക്ക് ചില സമയങ്ങളിൽ ചില ഇടങ്ങളിൽ വിട്ടുവീഴ്ച കൊടുക്കാറുണ്ട്. പിണറായി വിജയൻ എന്നും വിട്ടുവീഴ്ചയാണുള്ളത്. അക്കാര്യത്തിൽ ആ നിയമം അനുശാസിക്കുന്നില്ല. അദ്ദേഹം തന്നെ 3ാം തവണയും അധികാരത്തിൽ വരികയാണെങ്കിൽ പിണറായി തന്നെ മുഖ്യമന്ത്രിയാകും. അദ്ദേഹം ധർമ്മടത്ത് നിന്ന് മത്സരിച്ച് വിജയിച്ചു വരികയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ 2 തവണ എന്നുള്ളത് ഒന്ന് പുനരാലോചനയിലേക്ക് എടുക്കാനായിട്ട് പാർട്ടി തീർച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുനരാലോചനയ്ക്ക് എടുക്കുന്നത് എല്ലാ ഇടങ്ങളിലുമല്ല, ജയസാധ്യത ഉള്ളവരിലേക്ക് വരികയാണ്. ചില മണ്ഡലങ്ങളിൽ നമുക്കറിയാം അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് പോകും. എന്തുകൊണ്ട് പോകുന്നു എന്ന് ചോദിച്ചാൽ അവിടെ ഈ CPMൻ്റെ ആയാലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന MLAമാർ അവർ തന്നെ വീണ്ടും മത്സരിക്കുമ്പോൾ അതൊരു അതിശക്തമായ ത്രികോണ മത്സരത്തിലേക്കായിരിക്കും പോവുക. അതുപോലെ കോൺഗ്രസ് നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അവർക്ക് അവിടെ ത്രികോണ മത്സരത്തിലേക്ക് സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ അത് വളരെ അപൂർവ ഇടങ്ങളിൽ മാത്രമാണ്. ഇപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ അറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 75 സീറ്റിലാണ് CPM മത്സരിച്ചത്, 62 ഇടത്താണ് വിജയിച്ചത്. ഇതിൽ തെക്കൻ കേരളത്തിൽ മാത്രം 44 MLAമാരാണ് LDFന് ലഭിച്ചത്. പിന്നെ അതുപോലെ നോക്കണം, ഈ തദ്ദേശ ഇതിനകത്ത് കൂടുതൽ ഇപ്പൊ കഴിഞ്ഞ തവണ പലരെയും അകറ്റിക്കളഞ്ഞു, വമ്പന്മാരെയൊക്കെ തന്നെ. ഇപ്പൊ തോമസ് ഐസക് ആലപ്പുഴയില്, G സുധാകരൻ അമ്പലപ്പുഴയില്, പ്രൊഫസർ C രവീന്ദ്രനാഥ് പുതുക്കാട്, AK ബാലൻ തരൂർ, EP ജയരാജൻ മട്ടന്നൂർ എന്നിവരായിരുന്നു ഒഴിവാക്കപ്പെട്ട 5 മന്ത്രിമാർ. തിരുവനന്തപുരത്താണ് കൂടുതൽ CPMൻ്റെ സിറ്റിംഗ് സീറ്റുകൾ, 10 അത് വിശദമായി പരിശോധിച്ച് ജയസാധ്യതയുള്ള സീറ്റുകൾ അറിയിക്കാൻ ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഇവിടെ തിരുവനന്തപുരത്ത് അവർ ഭയക്കുന്നത് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ BJPക്ക് വലിയ ഭൂരിപക്ഷമാണ് കിട്ടിയിട്ടുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഈ പറയുന്ന 3 മണ്ഡലങ്ങളിൽ നിന്നുള്ള വാർഡുകൾ അവർക്ക് മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളതാണ്. വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം. ഇതിൽ നേമം 2016 BJPയുടെ കയ്യിൽ ഇരുന്നതാണ്. വട്ടിയൂർക്കാവൊക്കെ വിജയത്തോടടുത്ത് വന്നിട്ടുള്ളതാണ്, 2ാം സ്ഥാനത്ത് വന്നിട്ടുള്ളതാണ്. കഴക്കൂട്ടവും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ നേമത്തും വട്ടിയൂർക്കാവും കഴക്കൂട്ടത്തും സിറ്റിംഗ് MLAമാരെ തന്നെ മത്സരിപ്പിക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. നേമത്ത് ശിവൻകുട്ടിക്ക് നമുക്കറിയാം, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളായി മത്സരിക്കുമോ എന്നറിയത്തില്ല. അത് എന്തിനു വേണ്ടി ഇറക്കുന്നു എന്ന് ചോദിച്ചാൽ, ശിവൻകുട്ടിക്ക് സംബന്ധിച്ചിടത്തോളം നേമം മണ്ഡലത്തിൽ വലിയ ഒരു ബന്ധമുണ്ട്. അവിടെ വോട്ടർമാരുമായിട്ട് അത്രത്തോളം വലിയ ബന്ധം, പേരെടുത്ത് വിളിക്കാൻ തക്കവണ്ണമുള്ള ഒരു അടുപ്പവും ആഴവും ശിവൻകുട്ടിക്ക് അവിടെ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് ശിവൻകുട്ടിയെ തന്നെ നിർത്തുക. അവിടെ രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കും BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് നേരത്തെ തന്നെ രാജീവ് ചന്ദ്രശേഖർ അനൗദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ അവിടെ ഒരു വിഷൻ ഉണ്ട്. രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ ശിവൻകുട്ടിയെ പോലെ അവിടെ വോട്ടർമാരെ പേരെടുത്ത് വിളിക്കാനോ അത്രത്തോളം എത്തിയിട്ടില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് എത്തിയത് തന്നെ വളരെ വൈകിയാണ്. പക്ഷേ അദ്ദേഹത്തിന്
ഒരു വിഷനുണ്ട്. വോട്ടർമാരെ പേരെടുത്ത് വിളിക്കുന്നതിലല്ലോ, വോട്ടർമാർക്ക് വേണ്ട കാര്യങ്ങൾ ആ മണ്ഡലത്തിൽ എത്തുന്നതിലാണല്ലോ വിജയം ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിനെതിരെ പലതരത്തിലുള്ള ആരോപണങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒടുവിൽ വന്നിട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ കാര്യത്തിലും കടകംപള്ളിയിലേക്ക് വിരൽ ചൂണ്ടി പോകുന്നുണ്ട്. എന്നാലും കഴക്കൂട്ടം മണ്ഡലത്തിൽ എവിടെയും ഓടിയെത്തുന്ന ഒരു MLA കൂടിയാണ് കടകംപള്ളി സുരേന്ദ്രൻ. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്ത് മുൻ മേയറായിരുന്ന VK പ്രശാന്ത് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലും. ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് വട്ടിയൂർക്കാവിൽ പ്രശാന്ത് ജയിച്ചു വരുന്നത്. K മുരളീധരൻ വടകരയിലേക്ക് പോയപ്പോൾ അത് 2021 നിലനിർത്താൻ പ്രശാന്തിന് സാധിച്ചു. എന്തുകൊണ്ട്? പ്രശാന്തിന് മണ്ഡലവുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് ഈ 3 പേരെയും, അതായത് സിറ്റിംഗ് MLA അവിടെ നിർത്തി മത്സരിപ്പിക്കുക എന്നാണ് പാർട്ടി ആലോചിക്കുന്നത്. കാരണം പാർട്ടി ഇപ്പോൾ വളരെ ഗഹനമായി ചിന്തിക്കുന്നുണ്ട്. കാരണം 2026 ഭരണം എങ്ങനെയെങ്കിലും 3ാം വട്ടത്തിലേക്ക് കടത്തണം, ഇല്ലെന്നുണ്ടെങ്കിൽ ദയനീയ പരാജയത്തിലേക്ക് പോകും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 തെരഞ്ഞെടുപ്പില് 5 മുൻ മന്ത്രിമാര്, അതുപോലെ തന്നെ സ്പീക്കർ ഉൾപ്പെടെ 25-ലധികം പേരെയാണ് CPM മാറ്റി നിർത്തിയത്. നമുക്കറിയാം 21 പിണറായി വിജയൻ തന്നിഷ്ടം കൂടുതലായിട്ട് പ്രകടിപ്പിച്ച ഒരു കാലമായിരുന്നു അത്. തൻ്റെതായ താല്പര്യങ്ങൾ ചിലത് നടത്തിയെടുക്കുന്നതിന് വേണ്ടി എന്നിട്ട് പൊതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇത്തവണയും ആ പൊതുമുഖങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് പരീക്ഷണത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ പാർട്ടി 8 നിലയിൽ പൊട്ടും എന്നുള്ളത് പാർട്ടി തന്നെ മനസ്സിലാക്കുന്നുണ്ട്. 1 ഭരണവിരുദ്ധ വികാരം, 2 ശബരിമല പ്രശ്നം, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് BJPയുടെ കടന്നുകയറ്റം, ഇതെല്ലാം CPMന് ദോഷകരമായി ബാധിക്കും. ഈ പുതുതലമുറയ്ക്കെന്ന് പറഞ്ഞാൽ ആർക്കാണ് കൊടുക്കുന്നത്? ചിന്തോ ജെറോമിനോ, ആര്യ രാജേന്ദ്രനോ? ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലെ ഒറ്റ വാർഡുകളിൽ പോലും കടത്തിയില്ലല്ലോ. ഒരു കുടുംബയോഗത്തിൽ പോലും കടത്തിയില്ല. എന്തുകൊണ്ട്? അവിടേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു 100 വോട്ടെങ്കിലും അപ്പോൾ തന്നെ മാറും. അതുകൊണ്ട് മാറ്റി നിർത്തി. പിന്നെ ആരെയാണ്? ചിന്തോ ജെറോമോ അതോ പിന്നെ AA റഹീമോ? ഇവരെയൊക്കെ കൊണ്ടുചെന്ന് നിർത്തിക്കഴിഞ്ഞാലുള്ള സ്ഥിതി പാർട്ടിക്ക് അതിദയനീയമായി തീരും എന്നുള്ളത് ഉറപ്പാണ്. പിണറായി വിജയൻ ഇതൊക്കെ തന്നെയാണ് ലക്ഷ്യം വെച്ചത്. ഒരു കണക്കുകൂട്ടൽ ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ്. 3ാം വട്ടം എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് അങ്ങ് കടന്നു പോകാം. കാരണം കുറച്ച് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു. ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാം കഴിഞ്ഞു എന്നായി. ഇനിയിപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് ഏതെങ്കിലും തരത്തില് ഈ ശമ്പള വർധനവിന് വേണ്ടിയുള്ള കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി അധികാരത്തിൽ വരാമെന്നൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടു കഴിഞ്ഞ CPMന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ആകെ കാലിടറിയത്. ആ കാലിടറിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ട് പ്രതിഫലിക്കും. അത് അടിതെറ്റി വീഴും, പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് പാർട്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിബന്ധന മാറ്റാൻ ഇപ്പോൾ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.